നമസ്കാരം. കേരളത്തിലെ കായിക ലോകത്തെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന വമ്പൻ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകപ്രശസ്ത ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ദേശീയ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവും അതിന് പിന്നാലെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും സംസ്ഥാനത്ത് വൻ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു കാലത്ത് ആഘോഷപൂർവ്വം പ്രഖ്യാപിക്കപ്പെട്ട ഈ രാജ്യാന്തര കായിക മാമാങ്കത്തിൻ്റെ മറവിൽ നടന്നത് വലിയൊരു ക്രമക്കേടാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ജനങ്ങളെ വൻ വാഗ്ദാനങ്ങളൊക്കെ നൽകി വഞ്ചിക്കുകയും വ്യാജ പ്രതീക്ഷകൾ നൽകി കോടികളുടെ സാമ്പത്തിക ലാഭം കൊയ്യുകയും ചെയ്ത ഒരു സ്വകാര്യ സ്പോൺസറിന് കുടപിടിച്ചു കൊടുത്തത് മുൻ സർക്കാരാണെന്ന ഗുരുതര ആരോപണവും ഇതോടൊപ്പം ഉയർന്നു കഴിഞ്ഞു. ഈ അഴിമതി കഥകളുടെ ചുരുളഴിച്ചുകൊണ്ട് കായിക വകുപ്പിൽ പുതിയ ശൈലി തീർക്കുകയാണ് നിലവിലെ കായിക മന്ത്രി OJ ജനീഷ്. വളരെ നിശബ്ദമായിട്ട് എന്നാൽ കൃത്യമായ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ജനീഷിൻ്റെ അന്വേഷണ രീതികൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയുമാണ്. വിഷയത്തിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ കായിക മന്ത്രി ജനീഷ് പുലർത്തുന്ന തന്ത്രപരമായിട്ടുള്ള ജാഗ്രത പ്രശംസനീയമായിട്ടുള്ള രീതിയിലാണ് മുന്നേറുന്നത്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലും കരാറുകളിലും കടുത്ത നിയമലംഘനങ്ങളും നടപടിക്രമങ്ങളുടെയൊക്കെ തന്നെ ലംഘനങ്ങളും നടന്നിട്ടുണ്ടെന്ന് കായിക വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തന്നെ അടിവരയിടുന്നു. പൊതുസമൂഹത്തിന് മുൻപിൽ ഇത്തരം ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നുവെങ്കിലും വകുപ്പ് തല റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളൊക്കെ തന്നെ ഈ വാദങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതാണ്. ഒരു സ്വകാര്യ കമ്പനിയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഭരണ സംവിധാനങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരാൻ ജനീഷിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതാകട്ടെ മുൻ സർക്കാരിന് മാത്രമല്ല അന്നത്തെ ഭരണ നേതൃത്വത്തിനും കനത്ത തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. സ്പോൺസർഷിപ്പ് ഇടപാടിൽ മാത്രമല്ല നയതന്ത്ര തലത്തിൽ വരെ നടന്ന ചട്ടലംഘനങ്ങൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. സ്വകാര്യ സ്പോൺസർമാർക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചുമത്തിയ വൻ തുകയുടെ പിഴ ഒഴിവാക്കി കൊടുക്കാൻ 2025 അന്നത്തെ പിണറായി വിജയൻ സർക്കാർ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടപെടൽ നടത്തിയെന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അർജന്റീനയിലെ ഇന്ത്യൻ അംബാസഡർ വഴി നയതന്ത്ര സ്വാധീനം ചെലുത്തി ഒരു സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ ശ്രമിച്ചുവെന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അഴിമതിക്ക് ഔദ്യോഗിക പരിവേഷം നൽകാൻ നടത്തിയ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കായിക മന്ത്രിയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് പൊതുജനമധ്യത്തിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്. ഒരു സ്വകാര്യ ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെപ്പോലും പണയം വെച്ചെന്ന ആരോപണം മുൻ ഭരണപക്ഷത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കരാറുമായി ബന്ധപ്പെട്ട് മുൻ കായിക മന്ത്രി നടത്തിയ ദുരൂഹമായിട്ടുള്ള വിദേശയാത്രകളും കടുത്ത സാമ്പത്തിക ബാധ്യതകളുമൊക്കെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. വിദേശയാത്രകൾക്കായി മാത്രം പൊതുഖജനാവിൽ നിന്ന് ഏകദേശം 14 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചതായിട്ട് മന്ത്രി ജനീഷ് വ്യക്തമാക്കി കഴിഞ്ഞു. ആവശ്യമായ ഭരണാനുമതികളോ കൃത്യമായ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് ഈ വിദേശയാത്രകൾ നടത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ അറിവോടും സമൂഹത്തോടും കൂടിയാണോ ഇത്തരം വൻ തുക ചെലവിട്ടുള്ള യാത്രകളും കരാർ ചർച്ചകളും നടന്നതെന്ന ചോദ്യമാണ് പ്രതിപക്ഷവും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒരുപോലെ ഇപ്പോൾ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം ഒരു വലിയ രാജ്യാന്തര നീക്കം നടക്കാൻ സാധ്യതയില്ലെന്നിരിക്കെ അന്വേഷണത്തിൻ്റെ നിഴൽ നേരിട്ട് പിണറായി വിജയനിലേക്ക് ഇപ്പോൾ നീളുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ കായിക വകുപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട പല ഔദ്യോഗികമായിട്ടുള്ള ഫയലുകളും കാണാതായിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച ഈ കരാറുകളുടെയും പ്രത്യേക സ്പോൺസറെ തിരഞ്ഞെടുത്തതിൻ്റെയൊക്കെ തന്നെ മാനദണ്ഡങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള നിർണായക രേഖകൾ വകുപ്പിൽ ലഭ്യമല്ലെന്ന് മന്ത്രി OJ ജനീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും ഒരു നിരുത്തരവാദിത്വമല്ല, മറിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താനും കൃത്രിമം കാണിക്കാനും തെളിവുകൾ മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്ന ആരോപണം ശക്തമാക്കിയിട്ടുണ്ട്. രേഖകൾ കാണാതായ സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിജിലൻസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണം നടത്താനുമാണ് നിലവിലെ സർക്കാരിൻ്റെ തീരുമാനം. ഫയലുകൾ മുഖ്യത ക്രമക്കേടുകളുടെ ആഴം വ്യക്തമാക്കുന്ന തെളിവായിട്ട് അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കായിക മന്ത്രി OJ ജനീഷിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്തതും തന്ത്രപരവുമായിട്ടുള്ള നിലപാടുകൾ കാരണം മെസ്സി വരവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസ് കേരള രാഷ്ട്രീയത്തിലെ വൻ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുൻ കായിക മന്ത്രിക്കെതിരെയും അന്നത്തെ തീരുമാനങ്ങൾക്കെതിരെയും ശക്തമായ തെളിവുകൾ നിരത്തി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ സർക്കാരിൻ്റെ ഭരണതലവനായിരുന്ന പിണറായി വിജയനും ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്പോൺസർ ആൻഡോ അഗസ്റ്റിനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി അത്ര എളുപ്പത്തിൽ രാഷ്ട്രീയ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്നും ഊരിപ്പോകാൻ കഴിയില്ലെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ജനീഷ് നടത്തുന്ന ഈ സുതാര്യമായിട്ടുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണ്.